ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതിൽ കൂടുതൽ പേരൊക്കെ ലൈവ് കണ്ടു കാണും. പ്രത്യേകിച്ച് ഇന്ന് റിയാസ് കയറി വന്ന ദിവസമാണ്. റിയാസ് വന്നു കഴിഞ്ഞാൽ മലമറിച്ച് കളയും, ലക്ഷ്മിയെ പറപ്പിച്ച് കളയും എന്നൊക്കെ എന്തൊക്കെയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിരുന്നു, റിയാസ് തരംഗം. ഇപ്പൊ അത് മാറി. ഇപ്പൊ എന്തുവായി? ഇപ്പൊ ലക്ഷ്മി തരംഗമായി. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് വന്ന് കയറിയപ്പോ മുതൽ ലക്ഷ്മിയെ തന്നെയാണ് റിയാസ് ടാർഗറ്റ് ചെയ്തത്. അതുപോലെ ഇന്നലെ ശോഭ ചെയ്തിട്ട് പോയ കുറെ കാര്യങ്ങളുണ്ട്. ശോഭ വന്നിട്ട് ശോഭയ്ക്ക് വെളിയിൽ കുറച്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ശോഭ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഓക്കെ ശോഭയ്ക്ക് അതിലൊരു ന്യൂറോടൊക്കെ ഇഷ്ടം കാണാം, എല്ലാം കാണാം. പക്ഷെ അത് ലാലേട്ടൻ സാറ്റർഡേ അവിടെ വന്ന് എന്തൊക്കെയാണോ അവിടെ പറഞ്ഞത് അതെല്ലാം ഇവിടെ പറ്റാതെ വന്നിട്ട് ഇവിടെ അത് അവതരിപ്പിച്ച് കാണിക്കുക. ഞാനും എന്റെ വീട്ടിൽ കയറ്റും, എന്റെ അമ്മ നിങ്ങളുടെ അമ്മയാണ്, ഇന്ന് പോകാൻ നേരം അത് തന്നെ, എന്റെ അമ്മ നിങ്ങളുടെ അമ്മയാണ്. അപ്പൊ അല്ല, അങ്ങനെ വന്ന ശോഭയും നെഗറ്റീവായിട്ട് പോയി. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഈ പറയുന്നത്. ഞാന് എന്നുവെച്ചാൽ ശോഭയുടെ അവിടെ കാണിച്ച എന്നുവെച്ചാൽ ആര്യനെ വിളിപ്പിക്കാനായിട്ട് നീ കണ്ടില്ലോ, ആര്യനെ വിളിപ്പിച്ചാൽ ശ്രമിക്കും. ഓക്കെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. പക്ഷെ ഇന്ന് റിയാസ് വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പോസിറ്റീവ് ആക്കിയിട്ട് പോയി ലക്ഷ്മിയെ ഇനി എളുപ്പമൊന്നും പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ സപ്പോർട്ട് കയറിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അന്ന് ലക്ഷ്മി ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ ആ നെഗറ്റീവിനെ എല്ലാവരും ആ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിനെ എല്ലാവരും ഒരു ഫാനിസും ഒന്നും നോക്കാതെ എല്ലാവരും അതിനെതിരെ പറഞ്ഞിരുന്നു, ലക്ഷ്മി പറഞ്ഞത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അപ്പോൾ ആ സമയത്ത് ആദിലയ്ക്ക് എത്രമാത്രം ആദിലയ്ക്ക് നൂറയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായോ അതിന്റെ ഒരു 70% സപ്പോർട്ട് ഇപ്പോൾ ഈ പറയുന്ന ലക്ഷ്മിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ അതുപോലെ ആക്കി കൊടുത്തു. റിയാസ് വന്ന് അതിന്റെ ബാലൻസ് കൂടെ ചെയ്തു, റിയാസിന് കണക്കിൽ കിട്ടുകയും ചെയ്തു. ഇല്ലയോ? റിയാസ് 1 പറയുമ്പോ ലക്ഷ്മി 2 പറയും. അവസാനം ഞാനിത് പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു പോയ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് റിയാസിന്റെ ഭാഗത്തു നിന്ന്. എന്താ വെച്ചാല് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെ ഒന്ന് അംഗീകരിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? അപ്പൊ അവൾ പറഞ്ഞു എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ എങ്ങനെയും ഒന്ന് അടിച്ച് ഏൽപ്പിക്കണം, എന്നിട്ട് നാക്കൊണ്ട് പറയിക്കണം എനിക്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയ പുഷ് ചെയ്ത് അങ്ങ് പോവാണ്. പക്ഷെ കണക്കിന് കിട്ടി കിളിമാറിയൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചായിരുന്നു നീ? ഇവനാണെങ്കിൽ ഇവൻ പറഞ്ഞ് ലക്ഷ്മി സമ്മതിക്കത്തില്ല എന്ന് വരുമ്പോ ഇവൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ഞാൻ ഗസ്റ്റാണ്, ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഉത്തരം മുട്ടുമ്പോൾ പറയുന്നത് ഞാൻ ഗസ്റ്റ് ആണെന്ന്. നിനക്ക് എന്താ തോന്നി ലക്ഷ്മിയെ കുറിച്ച്? ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കെ തന്നെ ലക്ഷ്മിയെ കുറിച്ച് നിനക്ക് എന്താ, നിന്റെ അഭിപ്രായം എന്തോ? ഇപ്പോഴുള്ള നിലവിൽ നിന്റെ അഭിപ്രായം എന്തോ? ഇപ്പൊ നിലവിലുള്ള അഭിപ്രായം ലക്ഷ്മി നല്ല രീതിയിൽ ഇപ്പം കളിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. ജനറൽ മാനേജറായിട്ട് അടിപൊളിയായിട്ട് ലക്ഷ്മി കളിക്കുന്നുണ്ട്. ആ ഒരു ടാസ്കിൽ നിന്നുകൊണ്ട് തന്നെ ലക്ഷ്മി കളിക്കുന്നുകൊണ്ട്, ആ ടാസ്കിൽ നിന്നുകൊണ്ട് തന്നെ അവളോട് ചോദിക്കാനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. അതാ ലക്ഷ്മി ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഉള്ളത് വെച്ച് നല്ലൊരു ഗെയിമറായിട്ട് മാറിയിട്ടുണ്ട്. 2 ആഴ്ച ആയുള്ളൂ എന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നെഗറ്റീവ് ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരാൾ തകർന്നു കൊണ്ടതാണ്. പക്ഷെ ആ ജനറൽ മാനേജർ എന്ന് പറഞ്ഞ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ജനറൽ മാനേജർ അല്ലേ, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കറക്റ്റ് ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നീ പറഞ്ഞ പോലെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഇപ്പം അവിടെയുള്ള സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ഈ ഗസ്റ്റുകളായിട്ട് വരുന്നവരാണെങ്കിലും അവർ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ട് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സ്ട്രോങ് ആ ലേഡി എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇന്നലെ ആദ്യം ഒന്ന് പതറി. ശോഭയാണെങ്കിൽ അവൾക്കൊരു ടാസ്ക് പോലെ കൊടുത്തു, അതായത് തറ തുടയ്ക്കുന്നത്. അതും അവൾ നിന്ന് ചെയ്തു. അന്നേരം അവൾ ആ പൊസിഷൻ വിട്ടില്ല. ആ GM എന്നുള്ള കറക്റ്റ് ആ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ അവൾ പറയുന്നതെല്ലാം ചെയ്തു. പക്ഷെ ഇതിലെ തുടക്കം അവളൊന്ന് പതറി, അതിനുശേഷം അവൾ പോലിങ്ങും തിരിച്ചു. ഇപ്പൊ നമ്മളിത് പറയുമ്പോഴേ ഇനി കൂടുതൽ പേര് ലക്ഷ്മിയുടെ PR ആക്കാൻ ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ അനുമോളുടെയും അനീഷിന്റെയും ഷാനവാസിന്റെയും PR കഴിഞ്ഞു, ഇനി ലക്ഷ്മിയുടെ PR ആയിരിക്കും. നമ്മൾ ഈ കാണുന്നതാണ് പറയുന്നത്. അതിനകത്ത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെ പറയും. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ പറയുന്ന ഈ ആദില, നൂറ അല്ലെങ്കിൽ അവിടെയുള്ള വേറെ ആരാണെങ്കിലും നല്ല ഗെയിം കളിച്ചാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. അതിന് PR ഒന്നും ആക്കിയിട്ട് കാര്യമില്ല. അതായത് ലക്ഷ്മി നമുക്ക് ഇവിടെ കാശ് വന്നിട്ടാണ് പോയത്, അല്ലെങ്കിൽ അനുമോൾ എന്തോ നമ്മൾ അറിയത്ത പോലും ഇല്ല, നമ്മൾ ആരാണെന്ന് പോലും. അതുപോലെ അനീഷിന് അപ്പം അങ്ങനെയുള്ള നമ്മൾ ഇവിടുന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾക്ക് പറയാം നിങ്ങൾ PR എടുത്തിട്ടാണ്, നിങ്ങൾ എത്ര കാശ് വാങ്ങിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിനൊന്നും ഒരു കാര്യമില്ല, കാശൊന്നും വാങ്ങിച്ചിട്ടല്ല. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഷോ കാണുമ്പോൾ. പിന്നെ ഈ ഷോ എനിക്കിന്ന് മനസ്സിലായത് ഈ ആദിലയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആദില അല്ല ഇന്നത്തെ ആദില. എന്ന് വെച്ചാൽ ആദിലയുടെ യഥാർത്ഥ സ്വഭാവം ഇന്ന് വെളിയിലായി, ഇന്നലെ ഇന്നുമായിട്ട്. പക്ഷെ ഇന്നാണ് അത് കൂടുതൽ റിവീൽ ആയത്. നിനക്ക് എന്തോ അതിനെ പറ്റി തോന്നുന്നു? നേരത്തെ ആദില എന്ന് പറഞ്ഞാല് ഗെയിം കളിച്ച ആ ഒരു നോർമൽ രീതിയിൽ പൊക്കൊണ്ടിരുന്ന ആദില
ഇന്നലത്തെയും ഇന്നത്തെയും അവളുടെ സപ്പോർട്ട് കണ്ടോണ്ട് കുറച്ചും കൂടി അവള് ഇതിന് മറുപടി, അതായത് ഇത്രയും നാളും മിണ്ടാതെ നിന്ന് ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാതിരുന്ന ആദില ഇന്നിപ്പോ റിയാസ് വന്ന് ചോദിച്ചതിന് ശേഷം പെട്ടെന്ന് അവളും ലക്ഷ്മിയോട് പെട്ടെന്ന് അങ്ങ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുവാണ്. അവളും ചോദിക്കുന്നു, ലക്ഷ്മിയോട് റിയാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷ്മിയോട് അവളും ചോദിക്കുന്നു. അപ്പോഴത്തേക്കിന് ലക്ഷ്മി തിരിച്ച് അവളോടും മറുപടി കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയും നാൾ നാക്ക് പൊങ്ങാൻ ചെയ്ത് നീ ഇപ്പൊ പുറത്തുനിന്നുള്ള സപ്പോർട്ട് കണ്ടപ്പോൾ, നിനക്കൊരു സപ്പോർട്ട് വന്നെന്ന് കണ്ടപ്പോഴത്തേക്കിനാണോ നീയും നിന്റെ നാക്കും പൊങ്ങി തുടങ്ങിയെന്ന്. അല്ല, അതുപോലെ അവിടെ ഉള്ളവന്മാരെ, അവിടെ ഉള്ളവർ എത്രമാത്രം എന്തോ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരാ. എന്താന്ന് വെച്ചാല് ഇത്രയും ദിവസം കൂടെ താമസിച്ചുകൊണ്ടിരുന്നവരാ. ഇവരെല്ലാം മനസ്സിൽ വൈരാഗ്യം, വ്യക്തി വൈരാഗ്യം ഒരുപാടുള്ളവർ. എന്ന് വെച്ചാൽ ഒരാളെ കോർണർ ചെയ്യുമ്പോൾ മറ്റു ആൾക്കാർ ചോദിക്കുന്നില്ല. അത് ഇന്നലെ തന്നെ ഞാൻ വേറെ കാര്യം പറയാം. ഇന്നലെ തന്നെ ആ ഷിയാസ് ആ പാവ എടുത്ത് എറിഞ്ഞത് അവരെ അനിയത്തി ചേട്ടൻ ബന്ധമായിരിക്കാം, ആ ബന്ധമാണ് എന്ന് വെച്ചാൽ ഷിയാസും അനുമോളും തമ്മില്. പക്ഷെ ആ ഒരു വീട്ടിൽ കയറി വന്നിട്ട് ആ പാവ എടുത്ത് അപ്പുറത്ത് എറിയുമ്പം, നീ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്, ഞങ്ങൾ ഇവിടെ കയറി ഇത് എടുത്ത് എറിയാൻ നിങ്ങൾ ഏത് ഗസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആരെ അധികാരം തന്നെ ചോദിക്കാനും നാവ് പൊങ്ങാൻ ഒരുത്തന്മാർ അവിടെ ഇല്ലായിരുന്നു. ഈ പറയുന്ന അക്ബർ ഈ ജിസേലിന്റെ ജിസേല് പറയുന്ന പാവാടവള്ളിയിൽ തൂങ്ങി നടക്കുന്നതല്ലാതെ ഈ അക്ബർ ഒരു വാക്ക് അവിടെ മിണ്ടിയോ? ജിസേലിന്റെ എന്തെങ്കിലും തിങ്സ് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഇവന്മാരെല്ലാം കിടന്ന് അടച്ചേനെ. അതാ അവിടെ ചിന്തിക്കേണ്ടത്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് ഇല്ല. അത് തന്നെയല്ല, കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് തന്നെയല്ല, ഇത് മനസ്സിൽ ഇവര് വ്യക്തി വൈരാഗ്യം വെച്ച് പെരുമാറുന്നുണ്ട്. കാരണം ആര്യൻ ആ ഒരു സമയത്ത് അവൻ കൈകൊട്ടിച്ചിരിക്കുവായിരുന്നു. അതുപോലെ തന്നെ അക്ബർ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇവിടെങ്ങും വരരുത്, എടുത്ത് കളഞ്ഞു തരുന്നുള്ളത്, വെളിയിലേക്ക് എടുത്ത് എറിയണം എന്നാ പറഞ്ഞത്. പക്ഷെ അതിനെപ്പറ്റി മാരാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ സീസണില് അവിടെ വന്നിട്ട് രജിത് കുമാർ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് മാരാറ് പറഞ്ഞായിരുന്നു, നമുക്കിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മാരാറ് പറഞ്ഞു, കൂടുതൽ കളിക്കുവാണെങ്കിൽ സെക്യൂരിറ്റി ഒക്കെ എടുത്ത് രണ്ടിനെടുത്ത് പുറത്ത് കളയുന്നു പറഞ്ഞു. ഗസ്റ്റിന്റെ ലെവലിൽ നിൽക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പണി ചെയ്യും. എടുത്ത് വെളി കളയുന്ന തന്നെ അതിന്റെ അർത്ഥം, എടുത്ത് വെളി കളയുന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരുത്തിന് പോലും നട്ടലില്ല എന്നുള്ളതാ. എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഇതിലും പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോ ഇവര് നോക്കിക്കൊണ്ട് ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ സന്തോഷമാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ റിയാസ് അവളോട് ലക്ഷ്മിയോട് സംസാരിക്കുന്നു. അതിനുശേഷം ആ ഇടയിൽ കൂടി ഗ്യാപ്പിൽ വന്നിട്ട് ലക്ഷ്മി അറ്റാക്ക് ചെയ്യാൻ ഒനീല് ശ്രമിക്കുന്നു. അതെന്തോ ഒനീലും വന്നിട്ട് ഇതേ പോയിന്റ് തന്നെ ലക്ഷ്മിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് അയച്ചുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഈ ഒനീലാണ് ഈ കിച്ചണിൽ നിന്നുകൊണ്ട് ഈ റിയാസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ഞാനും പലരും അങ്ങനെ ചെയ്യുന്നില്ല, പലർക്കും ഇങ്ങനെ പറഞ്ഞാലും പല അഭിപ്രായമാണെന്നുള്ള രീതിയിൽ ഒനീൽ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനെ റിവീൽ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഞാൻ പറയട്ടെ, LGBTQ കമ്മ്യൂണിറ്റിയെ നമ്മളതിൽ തള്ളി പറയുന്നുണ്ട്. ഇപ്പൊ അവര് ഞാൻ പറയട്ടെ, ഇപ്പൊ അതിലൂടെ വീട്ടിൽ വന്നാൽ നമ്മൾ കേട്ടത്തില്ല. അത് തന്നെയല്ല, അവരെ കൂടുതൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും ഈ ഒരു ഷോ. പക്ഷെ ഇവർക്ക് സപ്പോർട്ട് എങ്ങനെ നഷ്ടപ്പെടുന്നത്, ഈ ഇങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് അകത്തോട്ട് കയറി പോയിട്ട് ഇങ്ങനെയുള്ള അവിടെ ഇരിക്കുന്ന ഇപ്പൊ തന്നെ ആദിലയുടെ സ്വഭാവം മാറി. അതുപോലെ തന്നെ ഇന്ന് വന്ന റിയാസിന്റെ ചേഷ്ടകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യും. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നൂറൊക്കെയുള്ള സപ്പോർട്ട് കൂടെ പോകും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇവരോട് ആരോടും പക്ഷാഭേദം ആരും കാണിക്കുന്നില്ല. ഇവരെ ആരും വീട്ടിൽ കയറ്റേണ്ട പറ്റത്തില്ല എന്നും പറയുന്നില്ല. പക്ഷേ ഇവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പറ്റത്തില്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, ഞങ്ങൾക്ക് നമ്മുടെ കാര്യം. പക്ഷെ അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത്? റിയാസ് കൂടുതൽ ഞാൻ കണ്ടതിൽ ഞാൻ ചെന്ന വീഡിയോ കണ്ടപ്പോഴും കൂടുതൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. റിയാസ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട്, ഏത് ജനറേഷനിലാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ഓൾഡ് ജനറേഷനിൽ തന്നെ നിൽക്കുവാണോ? അവരെ ന്യൂ ജനറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുവാണോ? എന്നിട്ട് അവൻ പറയുന്നത് കേട്ടല്ലോ, എന്താ വെളിയിലുള്ളവരെ കുറെ എന്താ ലൂസേഴ്സ്, കുറെ പൊട്ടന്മാരെന്നുള്ള രീതിയിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അവൻ പറഞ്ഞതാ. അപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വെളിയിലുള്ള ലൂസേഴ്സിന്റെ കമന്റ്സ് കണ്ടിട്ടാണ് ഇവിടെ വന്ന് ഈ ഇത്രയും കിടന്ന് ഈ പറയുന്നത്. അതിൽ നിന്ന് വേറെ കാര്യമുണ്ട്. അല്ല, ഈ ലൂസേഴ്സ് എന്ന് പറഞ്ഞ ഇവന്റെ വിചാരം എന്താ, ഇവരെല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവര് പറയുന്നതിനെല്ലാം തുള്ളി കൊടുക്കണം, ഇവര് പറയുന്നതിനെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്നാണ്. ഞാൻ പറഞ്ഞില്ല, ആദില, നൂറ, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ വന്നേ ആരാന്റെ സീസൺ ഉണ്ടായിരുന്ന ആരായിരുന്നു? ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ള ഒരാൾ വന്നില്ലായിരുന്നു, നാദിറക്ക് എന്ത് നല്ല ഇതായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു. അതുപോലെ ഈ നൂറ, ആദിലെ വിട്ടേക്ക്, നൂറ എന്ത് നല്ല സ്വഭാവമാണ്. ഇവരെല്ലാം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു, ആൾക്കാർ ഇഷ്ടപ്പെടും. ആ ഇഷ്ടം ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് നടക്കാത്ത കാര്യമാണ്. ഇതൊന്നും ആരും എന്നുവെച്ചാൽ ഇവർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പല സാഹചര്യങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിനൊരു സാഹചര്യമായിട്ടാണ് ഇപ്പൊ റിയാസ് ഇതിനെ എടുത്തേക്കുന്നത്. എനിക്കത് കണ്ടപ്പോ അങ്ങനെ മനസ്സിലായി തോന്നിയത്. നിനക്ക് എന്താ തോന്നിയത്? എനിക്കും അത് തന്നെയാണ്. റിയാസ് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് കരുതി കൂട്ടി തന്നെ വന്നതായിട്ടാണ് തോന്നുന്നത്. എല്ലാരെയും കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിക്കണം, അതിന് കരുവാക്കുന്നത് ലക്ഷ്മിയെ. അതുകൊണ്ട് എന്താ ലക്ഷ്മി പോസിറ്റീവായി. ലക്ഷ്മി കൊടുക്കുന്ന മറുപടി,
ലക്ഷ്മി നല്ല ഒരു രക്ഷയില്ല. മറുപടിയാ കൊടുക്കുന്നത്. ഇല്ല, ഒരു രക്ഷയില്ല. എന്നാ സ്റ്റാച്ചുവിന്റെ അവിടെ പോയിട്ട് എന്തോ ആരായിരുന്നു, സാബുമാൻ. അയ്യോ, സാബുമാനെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തോ പറഞ്ഞാലും അവനെ സമ്മതിക്കണം കേട്ടോ. ആ വെയിലത്താണെങ്കിലും ഒരേ നിപ്പ്, ആ ടാസ്ക് കറക്റ്റ് ആയിട്ട് അവിടെ ചെയ്തത് അവനും, പിന്നെ 70-80% ചെയ്ത അനീഷും ഷാനവാസും. അല്ലാതെ വേറെ ആരാ അവിടെ ടാസ്ക് ചെയ്തത്? പിന്നെ കിച്ചണിലുള്ളവര്, അവർക്ക് പിന്നെ ഫുഡ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ഓനിയിലും അവിടെ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക. ഈ പറഞ്ഞ അനുമോക്കാണെങ്കിൽ ഓടി 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 വയ്യ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഓട്ടവാ, ഓടിക്കുവാ. അനുമോളെ ഓടിക്കുക. അക്ബർ എന്താ പണി? ഈ വരുന്ന ഗസ്റ്റുകളുടെ എല്ലാം പുറകെ താങ്ങി നടക്കുക. ഫുൾ ടൈം ഗസ്റ്റുകളുടെ കൂടെ പോയി സെക്യൂരിറ്റി ഇവനാവുന്നത്. സെക്യൂരിറ്റി ആയിട്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചതാരെയാ? ജിസേലിനെ. പക്ഷെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് കറക്റ്റ് ആയിട്ട് വെക്കുന്നത് അക്ബറിന്റെ ആയിരുന്നു. പക്ഷെ അക്ബർ ഫുൾ ടൈം സെക്യൂരിറ്റിയാ. ഈ വരുന്ന ഗസ്റ്റുകളുടെ എല്ലാം പുറകെ പോയി ഇങ്ങനെ ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അസിസ്റ്റന്റ് മാനേജർ പോയി നിൽക്കുന്നുണ്ടോ? പിന്നെ ഹോട്ടലാണെന്നുള്ള, ഇതൊരു ഹോട്ടലാണെന്ന്, ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണെന്ന് അവർക്ക് മറന്നുപോയി. ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞു പല പ്രാവശ്യം. റിയാസ് വന്നതിന് ശേഷം ഹലോ ഇതൊരു ടാസ്ക് ആണ്, ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് 2-3 പ്രാവശ്യം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവർ അതിനൊക്കെ വെളിയിൽ പോയി, ഇവര് ടാസ്ക് നടക്കുന്നുള്ള കാര്യം വിട്ടുപോയി. എന്നിട്ട് ഇവര് വേറെയൊക്കെ ചർച്ചകളിൽ പോയി. എന്ന് വെച്ചാൽ റിയാസ് ഇവിടെ കൊണ്ടുവന്ന LGBTQ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആദില നൂറയ്ക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവിടെ സപ്പോർട്ട് ആദില നൂറയെ വെച്ചുകൊണ്ട് തന്നെ ഈ ലക്ഷ്മിയെ അവിടെ ഈ കണ്ടന്റ് ഒക്കെ മാറിപ്പോയി. ഒരേ ടാർഗറ്റ്, ലക്ഷ്മി തന്നെ ടാർഗറ്റ്, ഇത് തന്നെ അവിടെ ചർച്ചാ വിഷയം. അവിടെ ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുന്നില്ല. സത്യമില്ലയോ? അതാ ഇന്ന് അവിടെ നടന്നത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത്, ഈ ടാസ്ക് ഹോട്ടൽ ടാസ്ക് കൊണ്ട് പ്രയോജനം ഉണ്ടായ ഒറ്റ ഒരാളെ ഉള്ളൂ. ആരാ? ലക്ഷ്മിയെ ഇനി പുറത്താക്കണമെങ്കിൽ കുറച്ച് പാടുള്ളൂ. എന്ന് വെച്ചാൽ അതുപോലെ ലക്ഷ്മിക്ക് സപ്പോർട്ട് കയറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്മിയുടെ PR എടുത്തിട്ടോ ഒന്നും അല്ല ഈ പറയുന്നത്. ലക്ഷ്മിയെ സത്യം പറഞ്ഞ മിനിഞ്ഞാന്ന് വരെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവര് വന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചിന്തിച്ചപ്പോ കാര്യം ശരിയാ. ലക്ഷ്മി പറഞ്ഞ എന്തുവാ, നീയൊന്നും നിന്റെ അത് വീട്ടിൽ കയറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അത് അവളവിടെ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് തെറ്റാണ്. പക്ഷെ മറ്റേത് എനിക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്കത് പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവര് അത് അവരുടെ ഒപ്പീനിയനാണ്. ആ ഒപ്പീനിയനാണ് അവിടെ പറഞ്ഞത്. അതിനാണ് അവിടെ കിടന്നുകൊണ്ട് ഒപ്പീനിയൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ അനുമോളോട് ആദില ചോദിച്ചില്ലേ പോയിട്ട്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അനുമോൾ എന്താ പറഞ്ഞത്? എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല, ഞാൻ വെളിയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിലെ ഒരു മാന്യമായ ആൻസർ. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു, അത് അംഗീകരിച്ചില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, റിയാസ് വന്നപ്പോ ആദിലയുടെ ആ മുഖം മൂടി അഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അന്ന് അനുമോട് ചോദിച്ചത് ഇതിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഒരു ആൻസർ വരണം, യെസ് ഓർ നോ, അതൊരു കണ്ടന്റ് ആക്കണം. എന്നിട്ട് അനുമോളെ വലിച്ചു കീറണം. ഇതായിരുന്നു അനുമോൾ. അത് ബുദ്ധിപൂർവ്വം അതങ്ങ് ഒഴിവാക്കി. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഈ റിയാസും ആദിലയും ഒരേ അച്ചി വാർത്തെടുത്ത ആൾക്കാരെ. എനിക്ക് ഇന്നത്തെ ആ ഒരു പെർഫോമൻസോടെ ഇന്നത്തെ ആദിലയുടെ പെർഫോമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരേ അച്ചിൽ വാർത്തെടുത്ത ആൾക്കാർ. അതുകൊണ്ട് എന്തായാലും റിയാസിനെ നമുക്കറിയാലോ. റിയാസ് അന്ന് വന്ന് റോബിനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ ജാസ്മിന് സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ബിഗ് ബോസിന് കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെന്നൊന്നും പറയണ്ട. ഒരു വലിയ ഇപ്പോഴത്തെ ഫിസിക്കൽ അസാൾട്ട് വെച്ച് നോക്കിയാൽ അതൊന്നുമല്ല. റോബിനെ തട്ടാൻ വന്നപ്പോ റോബിനെ ഒന്ന് തള്ളി. അത് റോബിൻ തള്ളിയതായിരുന്നു വലിയ വിഷയം. എന്നിട്ട് അവിടെ റോബിൻ കപ്പടിക്കുന്നൊരു സീൻ വന്നപ്പോഴത്തേക്ക് ജാസ്മിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ റോബിൻ കപ്പും കൊണ്ടുവന്നേനെ. ഇതായിരുന്നു അവിടെ നടക്കേണ്ടത്. അങ്ങനെ ഒരു ചതിയിലൂടെ, എന്നാൽ ചതിയൻ ചന്തു എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവൻ ചതിയൻ ചന്തു ആയിരുന്നു അന്ന്. എന്നിട്ട് അവനെ പൊക്കി പിടിച്ചുകൊണ്ട് റിയാസ് എന്തോ സംഭവമാണ്, റിയാസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എയറിൽ കയറ്റി ലക്ഷ്മിയെ ഇട്ട് ആട്ടുമെന്നൊക്കെയായിരുന്നു. ഇപ്പൊ കടന്ന് ആടുന്നത് മൊത്തം റിയാസ് ഫുൾ ടൈം എയറില്ല. ഈ കയറിപ്പോയിട്ടുള്ള ഷിയാസിന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് വലിയ എയറിൽ പോവാതിരുന്നത്. ശോഭയും ഇവരും നല്ല ഇപ്പൊ എയറിൽ നല്ല കിടന്ന് അമ്മാനം പാടുന്നു. അല്ല, ശോഭയും ഇത് തന്നെ. അവര് കളിച്ചെന്തുവാ, ശോഭ കളിച്ചെന്താ, ഇവിടെ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെളിയിൽ കുറച്ച് സപ്പോർട്ട് കുറച്ചുകൂടെ കൂടും. എന്താ വെച്ചാൽ ഇപ്പോഴും ശോഭ വിചാരിച്ചോണ്ടിരിക്കുന്ന സീസൺ 5 വിന്നർ ഞാനാണ്. സീസൺ 5 വിന്നർ ഞാനാണ്. ഇന്ന് അവിടെ കാണിച്ചു കൂട്ടിയൊക്കെ നീ കണ്ടോ ശോഭ? ഇതെന്തോ എനിക്ക് വയ്യായി, എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നു പറഞ്ഞ് ആംബുലൻസിലൊക്കെ ബിഗ് ബോസിനോട് എനിക്ക് ഗുളി കൊണ്ടു തരുന്നോ ഇല്ലയോ? എങ്ങനെ എനിക്ക് ഗുളി കൊണ്ടു തരുന്നോ? ഇല്ലെങ്കിൽ ഞാനിവിടെ ഞാൻ ഫുൾ ടൈം ഫുൾ ടൈം കിടന്നു ഭീഷണിയൊക്കെ ആയിരുന്നു. ശോഭ ഇപ്പൊ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഇപ്പോഴും ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഒരു ബോധവുമില്ല. റിയാസിനെ പോട്ടെ, ശോഭയ്ക്ക് ഒരു ബോധവുമില്ല. എന്തുകൊണ്ടാണ് മാരാറ് ജയിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല.
ഈ ശോഭയുടെ ഈ ഒരു ഒറ്റ സ്വഭാവം ആദ്യം മുതല് ഒരു പേഴ്സണലായിട്ട് എടുത്ത് റിവെഞ്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന അവർക്കെല്ലാം ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ശോഭയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല, കൂടിയിട്ടേ ഉള്ളൂ, കുറച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ശോഭയുടെ അവസ്ഥ ഇനി എപ്പോ വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഷിയാസ് കരീം മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് അതിനകത്ത് ന്യൂട്രൽ പോയി. ഷിയാസിന് മനസ്സിൽ എനിക്ക് വെളിയിൽ പറയാൻ ജീവിക്കണം. അത്യാവശ്യം അവർ കൊടുക്കാനുള്ള കണ്ടന്റ് ഒക്കെ കൊടുത്തു. ചെറിയൊരു നെഗറ്റീവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ വലിയ സംഭവമായിട്ട് വന്നവരൊക്കെ ഇപ്പം എയർലുമായി. എന്തായാലും ലക്ഷ്മിക്ക് എന്തായാലും നല്ല സമയമാണ്. ഞാൻ വിചാരിച്ചു ലക്ഷ്മി ഏത് ഘട്ട സമയത്താണ് ഇതിനകത്ത് കയറി വന്നതെന്ന്. ലക്ഷ്മി തന്നെ ആ സമയത്ത് വിചാരിച്ചിരിക്കും, ആ വീക്കെൻഡ് എപ്പിസോഡിലും ആ പറഞ്ഞ ഡയലോഗൊക്കെ എടുത്ത് കാണിച്ചപ്പോഴൊക്കെ. പക്ഷെ ഇപ്പൊ ലക്ഷ്മിക്ക് പക്ഷെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, വെളിയിൽ ഇത് ചർച്ചയാവുന്നുണ്ട്, വെളിയിൽ ഇതൊരു കണ്ടന്റ് ആയിട്ട് ഓടുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല, ഞാൻ പറയേണ്ടത് ഞാൻ പറയും. പക്ഷെ അതുപോലെ തന്നെ പറയുന്നത് വെട്ടൊന്ന മുറി രണ്ടും അങ്ങനെ വേണം. ഇഷ്ടപ്പെട്ടു പോകും ആരാണെങ്കിലും ലക്ഷ്മി ഇഷ്ടപ്പെട്ടു പോകും. കിച്ചണിൽ വെച്ച് ബിന്നിയോട് പറയുന്നുണ്ട്, അതെ ഞാൻ പറയാനുള്ളത് ഞാൻ എവിടെയാണേലും സ്ട്രോങ് ആയിട്ട് നിന്ന് ഞാൻ പറയും. പിന്നെ വരുന്നത് ഞാൻ അന്നേരം ഫേസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അല്ല അങ്ങനെ പറയേണ്ടത് അത് തന്നെ രാജേട്ടന്റെ മുന്നിലും പറഞ്ഞേ. ലാലേട്ടൻ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് ആ രാജേട്ടന്റെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ലാലേട്ടൻ പിന്നെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു, ഇല്ലയോ? അപ്പോഴും സ്ട്രോങ് ആയിട്ട് എന്താ പറഞ്ഞേ? അത് തന്നെ ജയിലിൽ കുറ്റവാളികളെ കൊണ്ടുപോയി ഇടിച്ച് സമ്മതിപ്പിക്കത്തില്ലയോ? നീ കുറ്റം ചെയ്തില്ലെങ്കിൽ സമ്മതിച്ചു പോകും ഐഡി കൊള്ളുമ്പോ. അങ്ങനെയുള്ള ഷൗട്ടിങ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാ. ഈ സീസണിൽ എനിക്ക് രണ്ടുപേരെ എനിക്ക് അങ്ങനെ അതിനകത്ത് റെസ്പെക്ട് തോന്നിയത്. ഒന്ന് അനുമോളയും ഒന്ന് ഈ പറയുന്ന ലക്ഷ്മിയെയും. രണ്ടുപേരും കണ്ട കാര്യം കണ്ടെന്ന് അനുമോള് പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷ്മി സമ്മതിപ്പിക്കാൻ നോക്കിയിട്ടു എനിക്ക് ഇതാണ് എന്റെ അഭിപ്രായം, ഇതങ്ങോട്ട് സ്വീകരിച്ചോണ്ടാ മതി, എന്നെ നിർത്തി ആരും ഇല്ലെങ്കിലും. അതാണ് എന്തായാലും ലക്ഷ്മിക്ക് ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി ഇനി പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ആ ജനറൽ മാനേജറുടെ ആ ഒരു ക്യാരക്ടർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരു ജനറൽ മാനേജർ മാത്രമേ ഉള്ളൂ അവിടെ കറക്റ്റ് ആയിട്ട് ആ ഹോട്ടൽ ടാസ്ക് ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം വേറെ ഹോട്ടലിൽ നിന്ന് വന്നവരാ. പിന്നെ സാബു മോനും അതുപോലെ അനീഷും ഷാനവാസും എന്ത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് അവര് പാണിയെടുത്ത് ഷാനവാസിനെ വാട് കൊടുക്കും ഇന്ന്. അതുപോലെ തന്നെ അനീഷ്, പക്ഷെ അനീഷ് നല്ല സമരം ചെയ്തത്. അനീഷ് ഭയങ്കരമായിട്ട് പോസിറ്റീവായി. ഇപ്പൊ ഞാൻ കണ്ടിട്ട് എന്റെ ഒരു നിഗമനത്തില് അനുമോള്, അനീഷ്, ഷാനവാസ്, ഇപ്പം ലക്ഷ്മി, പിന്നെ ചിലപ്പോ നൂറയോ അക്ബറോ. അക്ബർ പിന്നെ എങ്ങനെയാലും കൊണ്ടുവരും. അക്ബറിനെ കൂട്ടാൻ പറ്റുന്നില്ല. ഞാൻ പറയുക അവരൊക്കെ ടോപ്പ് 5 ഞാൻ ഉദ്ദേശിച്ചു ടോപ്പ് 5ലേക്ക് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞ ടോപ്പ് 5 വരാൻ ചാൻസ് ഉള്ളത് ഇപ്പോഴത്തെ ഈ പോക്കിനകത്ത് വരാൻ ചാൻസ് ഉള്ളത് നൂറയോ അക്ബറോ അതിനകത്ത് ഒന്ന് വരാൻ ചാൻസ് കൂടുതലാണ്. അതും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് അവിടെ നടന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.